ഹലോ, എന്തുവാണിങ്ങനെ? അതെ, നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് പറയുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ വരണ്ട. അതായത് അങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് പറയുമ്പോൾ ടെൻഷൻ പാടില്ല. ഇപ്പം 500 വീഡിയോയ്ക്ക് മുകളിൽ ചെയ്തിട്ട് നിന്റെ മുഖത്ത് ടെൻഷൻ മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് ടെൻഷൻ മാറാതെ? അതിനൊരു കാര്യം ഞാൻ പറയാം. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അല്ലേ, മോഹൻലാൽ സാറ്, ലാലേട്ടൻ. അപ്പം ലാലേട്ടനെ പറ്റി എല്ലാവരും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് അറിയോ? ലാലേട്ടൻ ഇപ്പോഴും ഒരു പുതിയ സിനിമയിൽ പുള്ളി അഭിനയിക്കാൻ പോകുമ്പോഴും ആ ഒരു ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരു തുടക്കക്കാരനെ പോലെ തന്നെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ എങ്ങനെയാണ്, ഏതാണ്, എന്താണ് സാർ, അങ്ങനെ നിൽക്കുമെന്നാണ് ഒത്തിരി ഇൻ്റർവ്യൂവിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് തന്നെ അങ്ങനെ ആണെങ്കിൽ നമ്മളെ പോലെ സാധാരണ ആൾക്കാർ ടെൻഷൻ ഇല്ലാണ്ടിരിക്കും. പുള്ളിക്ക് ടെൻഷൻ അല്ല കേട്ടോ, നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അത് ടെൻഷൻ അല്ല. അദ്ദേഹത്തിന് ആ ജോലിയോടുള്ള അദ്ദേഹത്തിന്റെ പരിപൂർണമായ ആത്മാർത്ഥത. അപ്പൊ നമ്മൾ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ഏക എന്റർടൈൻമെന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് பண்ணிக்கோங்க. இது ஒரு சின்ன டிப்பாണ്, எல்லாருக்கும் தெரிஞ்சிருக்கும், தெரியாதவங்களுக்கு வேண்டியான. இது வெள்ளை முட்டை, வெள்ளை கோழி முட்டை வேக வச்சு வச்சிருக்கு. இது நாட்டு கோழி முட்டை வேக வச்சு வச்சிருக்கோம். சரி, இது இப்போ ஒரு பாத்திரத்துல ஒரு நிமிஷம். இது மலையாளத்தில் பேசிட்டு எப்படி திடீர்னு தமிழ் ஆயிடுச்சு? அது எப்படியோ வந்துடுச்சு. சரி, பரவாயில்ல, நீங்க தமிழ்ல பேசுங்க. கொஞ்சம் இந்த பக்கம் தள்ளி வைங்க, அப்ப கொஞ்சம் பாக்குறதுக்கு മലയാളത്തിൽ പറയാം. ഈ വെള്ള കോഴിമുട്ട പുഴുങ്ങി വെച്ചതും ഈ ചുമന്ന കോഴിമുട്ട പുഴുങ്ങി വെച്ചതും ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിട്ടിട്ട് തള്ളി പൊട്ടിക്കാം. തല്ലി പൊട്ടിക്കാം. ഏതാണ് നല്ല രീതിയിൽ തോട് ഇളകി വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ സാധാരണ ഇതുപോലെ പാത്രത്തിൽ വെച്ച് 2 കുരുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തോൽ ഇളകി വരുമായിരുന്നു. അപ്പൊ ഇത് രണ്ടിലേതിലാണ് കൃത്യമായ തോൽ ഇളകി വരുന്നതാണ് ഞങ്ങളിപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇങ്ങനെ മുട്ട ഇട്ടപ്പോ മുട്ട ഇട്ടു അല്ല, ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ട വീഡിയോ ഇട്ടപ്പോ നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ടും കൂടി ഉള്ളത് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ടിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, ഇട്ടു. വരൂ, രണ്ട് പൊളിച്ചതേ അല്ല, സെറ്റായേ. രണ്ട് അടുത്തത്, ഇത് കുറച്ചും കൂടി ഇളക്കാനുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഉണ്ടോ? അതാണ്ട് അടിപൊളി. ഞാൻ ഈ വേസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ട് തന്നെ ഇളകി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ചുമന്ന മുട്ടയും കൂടി, നാടൻ മുട്ട. അതെ, നാടൻ കോഴിയുടെ മുട്ട. വരൂ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതെ, അത് നന്നായിട്ട് ഇളകി. ഇത് ഒരേ പാത്രത്തിലിട്ടാണ് വേവിച്ചത്, എന്നാലും ഒരെണ്ണം ഇളകി ഒരെണ്ണം ഇളകിയില്ല. അപ്പം എന്താന്ന് വെച്ചാൽ ഈ മുട്ടയുടെ തോടുണ്ടല്ലോ, ഇച്ചിരി കട്ടിയുണ്ട്, ഇതിനൊട്ടും കട്ടിയില്ല. അങ്ങനെയുണ്ട്, ചില മുട്ടയിൽ കട്ടില്ലാത്ത തോടാണെങ്കിൽ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല. എന്നാലും ഒരു ഈസി ട്രിപ്പാണ്. ട്രിപ്പോ അല്ല, ഈസി ട്രിക്ക്. അപ്പൊ സംഭവം ഇതിനകത്തിലെ ഞാൻ ചോദിച്ചോട്ടെ, ഈ 2 മുട്ട ഒരുമിച്ചിട്ടാണോ വേവിച്ചേ? അതെ. ആണോ? ഇതിൽ വേവിൽ എന്തെങ്കിലും വ്യത്യാസം കാണണം. കാരണം വെള്ളമുട്ട വേവാനും ചുവന്ന മുട്ട വേവാനും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ഒരിടത്തിലിട്ടേ, ഒരു പാത്രത്തിലിട്ടേ, ഇട്ടേ നോക്കട്ടെ, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ. പറ്റും അല്ലേ? ഇതാണ് വെള്ളക്കോഴിമുട്ട, ഇത് മറ്റേ ചുവന്ന മുട്ട, നാടൻ മുട്ട. അപ്പം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ഷെയർ ചെയ്യുമോ, കമൻറ്റ് ഇടുമോ, ലൈക്ക് ഇടുമോ. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, ഏക എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, കൂടുതലും ഷോർട്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ഒരുപാട് ഇങ്ങനെ കുക്കിംഗ് പരമായിട്ടുള്ള ഇങ്ങനെ കുഞ്ഞു വീഡിയോസൊക്കെ ഞങ്ങൾ ഇട്ടിങ്ങനെ പതുക്കെ ഈ ഒരു മേഖലയിൽ വന്നോട്ടെ പ്ലീസ്. നിങ്ങൾക്ക് പറ അല്ലേ? ശരി, ഒരു ബൈ പറഞ്ഞാൽ. ക്യാമറാമാൻ ഭർത്താവിനൊപ്പം